ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്താ സാറേ ഇവിടെ ആരാ ജീവൻ? ഞാനാ സാർ. എന്താ സാർ? തന്നോടേ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരാൻ എസ് ഐ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നീ ഉള്ളുപൊള്ളി കരയുന്നത് നോക്കിരിക്കാനെ ഇട എന്നെ കൊണ്ടും പറ്റില്ലടാ. അതുകൊണ്ടല്ലേ നീ അമ്മ അവനോട് ക്ഷമിക്ക് കേട്ടോടാ. ക്ഷമിക്കടാ മോനെ. എന്താ മോളെ? അതമ്മേ, അവൻ എന്തേലും പ്രശ്നം ഉണ്ടാക്കിയോ? മോള് കാര്യം പറ. ഏട്ടൻ എന്നോട് ആദ്യയുടെ അമ്മ ആരാന്ന് ചോദിച്ചു. ഏട്ടൻ എങ്ങനെയൊക്കെയോ എല്ലാം അറിഞ്ഞിട്ടുണ്ട്. ആദ്യം എന്റെ മോനല്ലെന്ന് ചോദിച്ച് ബഹളം വെച്ചു. പിന്നെ നടന്നതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു. ആരാ മോളെ അവനോട് അതൊക്കെ പറഞ്ഞത്? എനിക്കറിയില്ല അമ്മേ. ഏട്ടനൊരു ഭ്രാന്തനെ പോലെ ആയിരുന്നു. കൈ കെട്ടി ഇതെല്ലാം വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചു. ഞങ്ങളെ കൊല്ലുമെന്ന് വരെ പറഞ്ഞു. ഞാനും ശരവണനും പേടിച്ചു പോയമ്മേ. എന്നിട്ടിപ്പോ അവൻ എവിടെ? അത് കഴിഞ്ഞപ്പോ റൂമിൽ കയറി വാതിലടച്ചതാ. ഇതുവരെ തുറന്നിട്ട് പോലും ഇല്ല. എനിക്ക് പേടിയാവുന്ന അമ്മ. ഏട്ടൻ എന്നെ കൊല്ലും. മോള് പേടിക്കാതെ. മോനെ കൊണ്ട് വാതിലടച്ച് നീ കുറ്റിയിട്ടോ. എന്ത് പ്രശ്നം ഉണ്ടായാലും വാതിൽ തുറക്കരുത്. ഒരു കാരണവശാലും ഇന്ന് രാത്രി നീ ആ മുറിയിൽ നിന്നും പുറത്തിറങ്ങരുത്. മോളെ ആദ്യം എവിടെ? ആദി മുറിയിലുണ്ട്. മോള് അമ്മ പറഞ്ഞതുപോലെ ചെയ്യേ. നാളെ നേരം വെളുക്കുന്നതിന് മുൻപ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം നമുക്ക്. അമ്മ പറയുന്നത് ചെയ്യും മോളെ. പിന്നെ അവൻ ചിലപ്പോ കരയും, ചിലപ്പോ ബഹളം കാണിക്കും. നിന്നെ പുറത്തെത്തിക്കാനുള്ള സകല അടവും കാണിക്കും. ഇറങ്ങരുത്. ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങരുത്. ശരവണ, ദാ ഇന്നലെ രാത്രി ഏട്ടൻ പുറത്തിറങ്ങിയോ? ഇല്ലമ്മ, ഇതുവരെയൊക്കെ അവർ വെളിയിൽ വന്നതേ ഇല്ല. അമ്മ രാത്രി പിന്നെയും വിളിച്ചു. കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു. വെളിയിൽ വരുമ്പോൾ അവരുടെ നിലമ എപ്പടിയാ இருக்குன்னு നമുക്ക് சொல்ல முடியாது ജ്യോതി. മോൾ എപ്പടിയാവത് ഒരു വണ്ടി വിളിച്ച് സീക്രം ഹോസ്പിറ്റലിലേക്ക് പോ. അവർ എഴുന്നേറ്റ് വരുമ്പോൾ ഉന്നെ കാണ വേണ്ട. കുഴപ്പമില്ല ശരവണ. എത്ര നേരം ഇങ്ങനെ പേടിച്ച് മുറിക്കകത്ത് പൂട്ടിയിരിക്കും? കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. അല്ല മോളെ, സുജാത വിളിച്ചായിരുന്നോ?
നേരം വെളുത്തിട്ട് വിളിച്ചിട്ടില്ല. അല്ല ഇന്ന് നിത്യയുടെ ഡിസ്ചാർജ് അല്ലേ? അവൻ ഹരിയെ അവൻ നേരത്തെ തന്നെ ഹോസ്പിറ്റലിലോട്ട് പോയായിരുന്നേ. അല്ല ജീവൻ എവിടെ? ഏട്ടന് എഴുന്നേറ്റില്ല. അമ്മാവ എന്നെ അനുഗ്രഹിക്കണം. ഓ നന്നായിട്ട് വാ. ഞാൻ കുറച്ചധികം ഉറങ്ങിപ്പോയിന്ന്. ആഹാ. ഓ ഇപ്പൊ സമയം നോക്കിയപ്പോഴാ ഇന്ന് ഡിസ്ചാർജ് അല്ല. വാച്ചും ഇല്ലേ? ഓ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തണം. ആ അമ്മാവ ഹരി എവിടെ? അല്ല അവനെ ഹരി അവൻ ആശുപത്രിയിലോട്ട് പോയായിരുന്നു. ഛേ, ഞാൻ ഹരിയോടൊപ്പം ഹോസ്പിറ്റലിൽ പോകാന്ന് വെച്ചതാ. ജ്യോതി, ചായ ഒന്നും ഇല്ലേ? ഉണ്ട്. അത് ശരി, എന്നിട്ടാണോ? പോയി എടുത്തോണ്ട് വാ. ചെല്ല്. ആ പോ. എന്താ ശരവണ നീ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. കേട്ടോ അമ്മാവ, ഓ നമ്മുടെ വീട്ടിൽ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ആ. അതിന്റെ അളവ് അറിയണമെങ്കിൽ ശരവണന്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. ആ. ചായ. ഓ, ഓ. ദാ. ആ, ചായ. ആ, അല്ല മോനെ, ഈ ആശുപത്രിയിലെ എല്ലാരും ഉണ്ടല്ലോ. പിന്നെ അവൻ ഹരി അവനും പോയിട്ടുണ്ട്. അതുകൊണ്ട് മോൻ തിരക്ക് പിടിച്ചൊന്നും അങ്ങോട്ടൊന്നും പോകണമെന്നില്ല. അയ്യോ, പോണമെന്നുണ്ട്. ആഹാ. നിത്യയുടെ കാര്യമല്ലേ? ഓ എടി, അമ്മയോട് ചോദിച്ചിട്ടെ നിത്യയ്ക്ക് കുടിക്കാൻ കഞ്ഞിയോ മറ്റോ വേണമെങ്കിൽ അതൊന്ന് റെഡിയാക്കി വെക്കേ, കേട്ടോ? പിന്നെ ശരവണ, സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചോളാം. ഓക്കെ? അമ്മ സാർ. വേറെ ഒന്നുമില്ല അല്ലേ? ആ ഓക്കെ. പോലീസ്. എന്താ സാറേ? ഇവിടെ ആരാ ജീവൻ? ഞാനാ സാർ. എന്താ സാർ? തന്നോടേ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരാൻ എസ് ഐ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്നോളാം. കൂട്ടി കൊണ്ടുവരാനാ പറഞ്ഞിരിക്കുന്നത്. അല്ല സാറേ, എന്നെ വിളിപ്പിക്കേണ്ട കാര്യം എന്താ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ അവിടെ ചെല്ലുമ്പോ എസ് ഐ സാർ പറഞ്ഞോളൂ. തമാ